അപ്പം ഇന്ന് കൊടൈക്കനാൽ പോകാൻ ഈ വണ്ടിയുണ്ട്. അപ്പോൾ അത്യാവശ്യം വർക്കിലാണ് ജോസ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കണമെങ്കിൽ നമ്മൾ നോർമൽ വർക്കിലാണ് ചെയ്തിട്ടുള്ളത്. പറഞ്ഞ പോലെ ഈ വണ്ടി പോവുകയാണ്. വണ്ടി നമുക്ക് പാർട്ടിക്കാർക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് വേറെ വണ്ടി ഇനി വരാണ്ട് പോകും. കഴിഞ്ഞ് വെയിറ്റ് ചെയ്യണം. 2 മണിയായി. 11 പോകുന്ന ട്രിപ്പാണ്. 4 മണിക്ക് ഇനി നമ്മളെ വണ്ടി എത്തത്തുള്ളൂ. അതായത് ടൊർക്യോ ഹോളിഡേയ്സിൻ്റെ തമ്പുരാൻ എന്ന് പറഞ്ഞ ട്രാവലർ 15 സീറ്റ് ട്രാവലറാണ് ഇനി വരാൻ പോകുന്നത്. ഒറ്റപ്പാലം പാലക്കാട് ഭാഗത്ത് നിന്ന് വെള്ളിയാമ്പാറ ഭാഗത്ത് നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. 4 മണിയാകുമ്പോഴത്തേനും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും ട്രിപ്പ്. അപ്പോൾ നേരം പോലെ ഉച്ചക്ക് റിസോർട്ടൊക്കെ എത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ഇനി ട്രിപ്പുള്ള ഷെഡ്യൂൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉള്ള ചെക്കന്മാരുടെ റൂമിൽ പോയി കിടക്കാൻ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. 11 മണിക്ക് വണ്ടി വന്നായിരുന്നു. നമ്മൾ കറക്റ്റ് സ്പോട്ടിൽ വണ്ടി എത്തിച്ചു. പക്ഷേ വണ്ടിയിൽ അപ്പോൾ നമ്മൾ ആ വണ്ടി പറഞ്ഞയച്ചു. അവർക്ക് വേറെ വയനാട് ട്രിപ്പ് കിട്ടിയപ്പോൾ അവർക്ക് ആയിക്കോട്ടെ പറഞ്ഞ് അവർ അങ്ങനെ പോയി. അപ്പോൾ ഞാൻ പിന്നെ അവർക്ക് വിളിച്ചപ്പോൾ ഇവരെ വണ്ടി ഒഴിവുണ്ട്. അപ്പോൾ നമ്മൾ ഇവരെ വണ്ടി വിളിച്ചെത്തിയിട്ടുണ്ട്. ഏകദേശം നമ്മളിപ്പോൾ കൊപ്പം ഭാഗത്ത് എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. വേറെ വണ്ടി വന്നിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. കയറിക്കൊണ്ടിരിക്കണം എല്ലാവരും. വ്യൂ കണ്ടിട്ടുണ്ടാവും. കാര്യങ്ങളൊന്നുമില്ല. കൊടൈക്കനാൽ പറയാം. പൈൻ ഫോറസ്റ്റിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. ടർക്കിന് വേണ്ടി വന്നിട്ടുള്ളത്. പിന്നെ വീട്ടിലൊക്കെ പെട്ടിട്ട് പോകണം കേട്ടോ. എല്ലാ വീട്ടിലും പെട്ടിട്ട് പോണേ അല്ലേ? കാണാതായ പിടിച്ചോണ്ടിരണമെങ്കിലേ വീടാണോ തെളിവില്. ആര് പറഞ്ഞു? ആ നേരെ നോക്കണം. കഞ്ചാവ് വിൽക്കുന്നു അവിടെ. കഞ്ചാവ് വിൽക്കുന്നത് സുഖല്ലേ? നല്ല സുഖല്ലേ? അതായി പൈൻ ഫോറസ്റ്റിൽ. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ മാറി ഇപ്പോൾ ടൊർക്യോൻ്റെ വണ്ടിയിലാണ് വന്നത്. അവിടെ നിന്നൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ റാത്ത ചെക്കന്മാരെ ഹാപ്പിയാണ്. ചെക്കന്മാരൊക്കെ ഇറങ്ങാനൊക്കെ പോകുന്നത്.
അപ്പോൾ ഇവിടുത്തെ ഫൈൻ ഫോറസ്റ്റിൻ്റെ ഭാഗത്താണ് ഇട്ടുള്ളത്. ശരം കയറിയ പാടില്ല. അപ്പോൾ ഇവിടെ ചായ കുടിച്ച് നിർത്താത്ത ഇത് വേണം നോക്കാൻ. അപ്പോൾ വണ്ടി നോക്കട്ടെ. മഞ്ഞ് ഗൈസ് വന്നിട്ടുണ്ടാവും. നമ്മൾ കോടമഞ്ഞ് നമ്മളെ കാണാനും ഇവിടെ എത്തിയിട്ടുണ്ട്. അത് നോക്കണമെങ്കിൽ നല്ല മഞ്ഞ് കൂടിയാൽ തുടങ്ങി. ഇപ്പോൾ മഞ്ഞാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വണ്ടി ഉണ്ടല്ലോ ഇറക്കിയാണെങ്കിൽ നമ്മുടെ ഡ്രൈവർ അലി ബാബ എന്ന് പറയും. സാർമസോറിലെത്തി. ഓ ആടുവാ അല്ല അങ്ങോട്ട് പോവാന്ന്. അവിടെ നിർത്തി തരാം. അവിടെ പോരാ. നമ്മളെ ചെക്കന്മാരൊക്കെ പരിചയപ്പെടല്ലേ. നമ്മളെ മഹാനൊന്ന് രണ്ട് അടുത്താളെ പോരെ. 4 അടുത്താളെ 5 ബാക്കിയുള്ളവരെ കൊണ്ടാ ഇറങ്ങടാ. നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം കുറവാണ്, എന്നാലും ഇവിടെ ഉണ്ട്. വേറെ വാട്ടർഫോൾസിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നടന്ന് പോയിട്ട് കാര്യമില്ല. വണ്ടി നമ്മളെ സ്വന്തം ഒറ്റപ്പാലം വണ്ടിയാണ്. അത് നമ്മൾ വേറെ ഇങ്ങനെ വന്ന് ബോധപ്പം ബോധിച്ച രീതിയിലാണ് ഇവിടുന്ന് പോണേ കാണാനല്ലേ. ബാക്കിയുള്ളവരൊക്കെ അത് ആ ഒരു സൈഡിൽ പോകുന്നുണ്ട്. നമ്മൾ നേരെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി നോക്കണേ. കാരണം ഇവിടെയാണ് മെയിൻ കാണാനുള്ള ഐറ്റം ഉള്ളത്. അതായത് സിൽവർ കാസറ്റ് പാർക്ക് എന്നാണ് ഇവിടുത്തെ പറയപ്പെടുന്നത്. പക്ഷേ മേലെന്ന് പാറയിൽ വെള്ളം ഒഴിച്ച് വരുന്ന ഒരു ഏരിയ ആയിട്ടാണ് ഇവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും സൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ നോക്കാം. മൈക്കൊന്നുമില്ല, പോകേണ്ട മൈക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇതാണ്. പോക്കൽ വരയിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഇതാണ് വരുന്നത്. വെള്ളം നമുക്ക് ഇങ്ങനെ ഒലിച്ചാണ്ട് പോകുന്നുണ്ട്. വെള്ളം മഴക്ക് നല്ല വെള്ളം കിട്ടും. എന്നാലും മഴക്കാലം അല്ലെങ്കിലും ഇവിടെ ഏകദേശം നല്ല തണുപ്പും കാലാവസ്ഥയൊക്കെ നല്ല തണുപ്പിൻ്റെ കാലാവസ്ഥയാണ്. എന്തായാലും ഇവിടുന്ന് വിട്ടിട്ടുണ്ട് ഗൈസ്. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള സ്ഥലമാണ്. വേറാണ് താല്പര്യമുള്ളൊക്കെ എന്താ പറയുക, നമ്മൾ തണുപ്പൊട്ടിച്ചിട്ടുണ്ട്. നമ്മൾ കേട്ടല്ലേ. അവിടെ പമ്പിട്ടാ അവിടെ എടുത്താണ്. കറങ്ങണ്ടവരൊക്കെ കറങ്ങിക്കോളി. വീടുകളൊക്കെ കണ്ടോളി. അവിടെ വീടുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പോരി. കിട്ടൂല. ഇത് കാര്യം അവിടെ വന്ന് താഴത്തേക്ക് ഇറങ്ങാൻ. അപ്പൊ ഇടത്തോട്ട് പോകണ്ട, നേരെ റോഡില്ല. അതാ ഇവിടെ നേരെ ഇവിടെ ആ നേരെ തന്നെ. മോണാസ്ട്രിയാണ്. അത് ക്രിസ്ത്യൻ പള്ളിയാണ്. ആണ്ട് പോയത് ഓർനാട് ഇവിടെ ഇറങ്ങേണ്ടി വരും. മോണാസ്ട്രി കണ്ടപ്പോൾ മനസ്സിലാകും. കൂടെ റോഡൊക്കെ ഉണ്ടല്ലേ. ഇപ്പോഴത്തെ ആ വള്ളട പോകുന്നു, മറ്റേ ഉറവ്. ഇനിയിപ്പോ താഴത്തേക്ക മേലക്ക ഒരു മണ്ടക്കനാടാ.
ഫുള്ള് റൈറ്റ് അടിച്ച് വരാൻ പറഞ്ഞു റേറ്റ് ഉള്ളൂ. വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിസോർട്ട് മേലാണ് നമുക്ക് കിടക്കാം. പയ്യന്മാർക്കുള്ള 2 റൂം കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളെ റൂമും കാര്യങ്ങളൊക്കെയാണ് നോക്കാനുള്ളത്. എവിടേക്കുള്ള റൂമും കാര്യങ്ങളൊക്കെ സെറ്റാണ്, കുഴപ്പമില്ല. നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള സ്ഥലമാണ് നമ്മൾ കൂടുതലുള്ളത്. അവിടെ 3 സ്റ്റാർ പോലത്തെ ഒരു ലുക്കുള്ള ഒരു ഹോട്ടലല്ലേ നമ്മളെ ഫോട്ടോ കാണുമ്പോൾ തന്നെ സ്റ്റാൻഡേർഡ് കീപ്പിംഗ് ഉണ്ട്. നേരെ കയറുമ്പോൾ ഒരു വിൻഡോ ആണ് കയറുന്നത്, അതിൽ നല്ലൊരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളോട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ 4 റൂംസാണ്. അത് നമ്മളെ കൂടെ വന്നവർക്ക് കൊടുക്കുന്നത് 203ഉം 204ഉമാണ്. അത് നൈറ്റിൽ ഇവിടെ പിന്നെ അപ്പോൾ അതിൻ്റെ പാർട്ട് 2 നാളത്തെ വീഡിയോസ് വരുന്നുണ്ട്, കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ. അടുത്ത വീഡിയോയിലുമായി നല്ലൊരു വീഡിയോയിലുമായി കാണാം. See you.